നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടും തൃശ്ശൂരുമൊക്കെ എത്തി. ഈ രണ്ട് സ്ഥലങ്ങളിലേ എത്തിയുള്ളൂ എങ്കിലും കേരളം മുഴുവൻ മോദിയുടെ വരവിനെ ആഘോഷമാക്കി എന്നതാണ് സത്യം. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. മോദി പാലക്കാട്ടെത്തിയപ്പോൾ അദ്ദേഹം സത്യത്തിൽ ഒന്ന് ഞെട്ടി. ആ ഒരു ജനകീയത കണ്ട് പാലക്കാടിൻ്റെ മണ്ണിൽ ശരിക്കും പാലക്കാട് ഒരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അവിടെ CPMൽ പല പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയിട്ടുണ്ട്. എന്നാലും പാലക്കാട് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഷുവർ കോട്ടയാണ്. അതായത് ഏതാണ്ട് ഉറപ്പായ മണ്ഡലങ്ങളാണ്. മലമ്പുഴയായാലും ഒറ്റപ്പാലമായാലും അതുപോലെ തന്നെ മണ്ണാർക്കാടായാലും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അല്ലെങ്കിൽ ജില്ലയാണ് പാലക്കാട്. അവിടെ പാലക്കാട് മണ്ഡലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ശ്രീമതി ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ മോദി അവിടുത്തെ ആ ഒരു റിഫ്ലക്സ്, ജനങ്ങളുടെ ആ ഒരു പ്രതികരണം കണ്ടിട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു പ്രതികരണം ശോഭ സുരേന്ദ്രന് അനുകൂലമായി പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് നരേന്ദ്രമോദി പോലും പ്രതീക്ഷിച്ചില്ല എന്നാണ് മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ പാലക്കാടിനെക്കുറിച്ചും തൃശ്ശൂരിനെക്കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. പാലക്കാടിനെക്കുറിച്ചാണ് പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നത്. BJPക്ക് ഏതാണ്ട് ഉറപ്പായ ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ ശോഭാ സുരേന്ദ്രന് 100% വിജയസാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ BJP നേതാക്കൾ മോദിയെ അറിയിച്ചിരുന്നു എങ്കിലും അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി എന്തായാലും പാലക്കാട് ഇത്തവണ BJPക്കൊപ്പം NDAക്കൊപ്പം തന്നെ നിലകൊള്ളും എന്നുള്ള കാര്യം മനസ്സിലായി. പാലക്കാട് ഡീൽ ഉണ്ട് എന്നൊക്കെയാണ് CPMും കോൺഗ്രസും പറയുന്നത്. കോൺഗ്രസിൻ്റേത് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നുണ്ട്. ആരും ദുർബലരൊന്നുമല്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ശക്തയാണ്, അതിശക്തയാണ്. അവർ പാലക്കാട് ജില്ലക്കാരിയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതിലുപരി സ്ത്രീയാണ്. സ്ത്രീ വോട്ടർമാർ എല്ലാവരും ഒന്നടങ്കം ശോഭാ സുരേന്ദ്രനെ വിളിച്ചുകൊണ്ട് മോദിയെ കാണാനായി വിവിധ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് നിന്ന് വരെയുള്ള ആളുകൾ ഇന്നലെ പാലക്കാടും തൃശ്ശൂരും ഒത്തുകൂടിയപ്പോൾ ആ ആരവങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞാൽ മോദി എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന ഏതാനും നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. മാധ്യമങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ തന്നെ മോദി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. നരേന്ദ്രമോദി അങ്ങനെ ഞെട്ടുന്നയാളല്ല. ജനകീയതയും ജനങ്ങളുടെ ആ ഒരു സ്വീകരണവും ജനങ്ങൾ ഹർഷാരവും മുഴക്കുന്നതുമൊന്നും നരേന്ദ്രമോദിക്ക് പുത്തരിയല്ല. എന്നാൽ പോലും കേരളത്തിലെ പാലക്കാട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ പാലക്കാട് എത്തിയപ്പോൾ അവിടെ BJPക്കും ശോഭാ സുരേന്ദ്രനും ഉണ്ടാകുന്ന ആ ഒരു സ്വീകരണം അല്ലെങ്കിൽ അവർക്ക് ആ ഉണ്ടാകുന്ന ഒരു പിന്തുണ അത് കണ്ടിട്ട് ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച തന്ത്രജ്ഞനായ നരേന്ദ്രമോദി കൂടി ഞെട്ടിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തീർച്ചയായിട്ടും പാലക്കാട് എല്ലാവരെയും ഞെട്ടിക്കും. പക്ഷേ BJPക്ക് ഷുവർ സീറ്റ് എന്നുള്ള നിലയ്ക്ക് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. നരേന്ദ്രമോദിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് പാലക്കാട് മുന്നേറുകയാണ്. ശോഭാ സുരേന്ദ്രൻ സുനിശ്ചിത വിജയത്തിലേക്ക് ഇപ്പോൾ തന്നെ നീങ്ങിക്കഴിഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെയൊക്കെ ഏതാണ്ട് 100% വോട്ടർമാരുടെയും എന്ന് പറയേണ്ടി വരും. 100-ലെങ്കിലും 90% വോട്ടർമാരുടെയെങ്കിലും സമ്പൂർണ്ണ പിന്തുണ ശോഭാ സുരേന്ദ്രന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് MLA ആയി മാറും. BJPയുടെ തേരോട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഥമുരുളുക പാലക്കാട് നിന്ന് തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അത് നരേന്ദ്രമോദിക്ക് ബോധ്യമാവുകയും ചെയ്തു. അദ്ദേഹം അത് നേരിട്ട് കണ്ട് അനുഭവിച്ചു. അല്പം ഞെട്ടിയെങ്കിലും സത്യം എന്താണ് എന്നുള്ള കാര്യം നരേന്ദ്രമോദിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അതിശക്തമായി തന്നെ പാലക്കാട് BJP NDA പ്രവർത്തകർ ശക്തമായ പ്രചരണവും നടത്തുന്നുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടെ അവിടെ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്. പാലക്കാടിൻ്റെ വികസനത്തിന് ഇത്രയും കോടി രൂപയുടെ പ്രൊജക്റ്റുകളും മറ്റ് കാര്യങ്ങളും താൻ കൊണ്ടുവരും MLA എന്നുള്ള നിലയ്ക്ക് എന്നാണ്, ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു വ്യതിയാനം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മോദിയെ ഞെട്ടിച്ച പാലക്കാട് ഇനി ആരെയൊക്കെ ഞെട്ടിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാം.